കണ്ടു ഇതിങ്ങനെയല്ലേ എഴുതുന്നേ. ഞാൻ പറഞ്ഞില്ല കേട്ടോ, 4+6 വരുന്നേ. ഇതെന്താ നിന്റെ കൈ കുറെ വെളുത്ത പാടുകള്? അതിപ്പോ തണുപ്പൊക്കെ അല്ലേ, അതിന്റെ പാടുകളൊക്കെയാ. കാര്യമാക്കല്ല. അയ്യോ ഇത് വല്ലാണ്ടുണ്ടല്ലോടാ. ഇത് ഹോസ്പിറ്റലിൽ കാണിച്ചില്ലേ? ഈ അടുത്ത് വന്നല്ലേ, ഇതെന്തിനാ ഹോസ്പിറ്റലിൽ കാണിക്കല്ലേ ഇപ്പൊ? അന്നാലും ഒന്ന് കാണിച്ചേക്ക്. ആ നോക്കട്ടെ. എക്സ്ക്യൂസ് മീ മാം. അതൊക്കെ ഇതിന്റെ തന്റെ കയ്യില് അതിപ്പോ തണുപ്പൊക്കെ അല്ലെന്നോ ഭയങ്കര. ഇങ്ങനെയോ? ഇതൊന്ന് നോക്കട്ടെ. എനിക്ക് ഈ അടുത്തായിട്ട് കാണാൻ തുടങ്ങിയിട്ട് ഇത് രണ്ട് കയ്യിലും ഉണ്ടല്ലോ. ഇത് കാണിച്ചില്ല? ഇല്ല കാണിച്ചില്ല, ഈ അടുത്ത് വന്നതാ. അതിന് വേദനയുണ്ടോ? വേദന ഉണ്ടെന്നോ? വേറെ എവിടെയെങ്കിലും ഉണ്ടോ മേത്ത്? ആ പുറത്തൊക്കെ കുറച്ചുണ്ട്. ചെവിക്ക് പുറകിലൊക്കെ ഉണ്ടോ? ഇല്ല മാം. നമുക്കൊന്ന് കൊണ്ട് കാണിച്ചാലോ? അല്ല ഇത് ഈ തണുപ്പായതുകൊണ്ടല്ലോ പറഞ്ഞത്. ഞാനൊന്ന് കണ്ണടച്ച് ഞാൻ തൊടുന്നുണ്ടോ എന്ന് പറയണേ. ഞാൻ തൊടുന്നത് അറിയുന്നുണ്ടോ എന്ന് പറയണേ. അറിയുന്നുണ്ടോ? നമുക്ക് എന്തായാലും ഇതൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കട്ടെ. അങ്ങനെ വെച്ചോണ്ടിരിക്കണം. കാരണം നമ്മൾ വീട്ടിലുണ്ടോ? ഇത് വലിയ കുഴപ്പമില്ല. നമുക്കൊന്ന് പോയി നോക്കാലോ. ഡോക്ടർ എന്താ പറയുന്നത് അറിയാലോ. അപ്പൊ അമ്മ വീട്ടിലുണ്ടോ? ആ അമ്മ വീട്ടിലുണ്ടോ? ഓക്കെ, ഞാൻ അമ്മയെ കോൺടാക്ട് ചെയ്യാം. അവിടെ പോകും. ഹലോ. മാം ഞാൻ അസംഷൻ കോളേജിലെ ടീച്ചറായിരുന്നേ. ഞങ്ങൾ ഇവിടെ ഒരു സ്റ്റുഡന്റ് വന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റുഡന്റിന് കുഷ്ഠരോഗത്തിന് ചില സിംറ്റംസ് കാണിക്കുന്നുണ്ടേ. കയ്യില് വെള്ള പാടുകൾ പോലെ ഉണ്ട്. ഫീവർ കഴിഞ്ഞ ആഴ്ചയൊക്കെ പനിയായിട്ട് കുട്ടി ആബ്സെന്റ് ആയിരുന്നു ക്ലാസ്സില്. അങ്ങനെ ജോയിന്റ് പെയിൻ ഒന്നും പറഞ്ഞില്ല, പക്ഷെ ചെവിന്റെ ബാക്കിലൊക്കെ ആ ഒരു പാടുകളുണ്ട്. അപ്പൊ എനിക്കൊരു സംശയം, അത് ഞാൻ മാഡത്തിനെ വിളിച്ചത്. അങ്ങനെയാണ് മാം, ഞാൻ നാളെ പാരന്റിനെ കൂട്ടിയിട്ട് ആ കുട്ടീനെ അങ്ങോട്ട് വിടട്ടെ? ഓക്കെ മാം, താങ്ക് യു. ഇത് അസംഷന്റെ ഒരു കുട്ടിയുടെ കാര്യം. സ്കിൻ സ്മിയർ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു. കുട്ടിക്ക് ലെപ്രസി പോസിറ്റീവ് ആണ്, അതായത് കുഷ്ഠരോഗം ബാധിച്ചിരിക്കുകയാണ്. പേടിക്കാനൊന്നുമില്ല. ഇത് തുടക്കത്തിലായത് കാരണം നമുക്ക് പെട്ടെന്ന് ചികിത്സ ഭേദാക്കാനുള്ളൂ. 6 മാസത്തെ ചികിത്സാ രീതിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. മൾട്ടി ഡ്രഗ് തെറാപ്പി എന്നാണ് പറയുന്നത്. അതായത് പല ഡ്രഗ്സ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, പല മെഡിസിൻസ് നമ്മൾക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. ഈ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിരോധശേഷി കുറഞ്ഞവരിലാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ചെയ്യുന്നത് പ്രതിരോധശേഷി കൂട്ടുക എന്നതാണ്. അപ്പോൾ വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ ധാരാളം അടങ്ങിയുള്ള ഭക്ഷണം കഴിക്കുക. കൂടുതലായിട്ട് ഇലക്കറികൾ, അതായത് വൈറ്റമിൻ സി കൂടുതൽ അടങ്ങിയുള്ള ഭക്ഷണം കഴിക്കുക എന്നൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. യാതൊന്നും കൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പേടിയല്ല വേണ്ടത്, പ്രതിരോധമാണ്. അത്ര പെട്ടെന്ന് ഭയപ്പൊന്നുമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. മോഹിനി പഠിക്കാൻ പോകാൻ പറ്റുമോ? സമൂഹം ഞങ്ങൾ എങ്ങനെ കാണാം? ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട. അതൊക്കെ പണ്ടത്തെ ആൾക്കാരുടെ കാഴ്ചപ്പാടായിരുന്നു. ഇപ്പൊ അതെല്ലാം മാറി. പുതിയ പുതിയ മരുന്നുകൾ വന്നു, പുതിയ പുതിയ ചികിത്സാ രീതികൾ വന്നു. അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദാക്കാം. ശരീരത്തിൽ ഒരു പാട് പോലില്ലാണ്ട് നമുക്ക് ചികിത്സിച്ച് ഭേദാക്കാറുള്ളത്. എടാ ഇത് അടുത്തിരുന്ന പകലൊന്നുമില്ല. ഇത് ചികിത്സിച്ചാൽ മാറാവുന്നതാണ്.
പബ്ലിക് ഹെൽത്ത് നഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കുഷ്ഠരോഗം അഥവാ ലെപ്രസിയെ പറ്റി ഒരു അവബോധ ക്ലാസ് എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കുഷ്ഠരോഗം പോസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സംശയങ്ങൾ കാണും. അതെല്ലാം മാറ്റാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കുഷ്ഠരോഗം എന്താണെന്ന് വെച്ചാൽ അത് മൈക്രോ ബാക്ടീരിയം ലെപ്രെ എന്ന് പറയുന്നൊരു ബാക്ടീരിയ പടർത്തുന്ന അസുഖമാണ്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വെളുത്ത പാടുകൾ, അതേപോലെ തന്നെ കൈകൾക്കും കാലുകൾക്കും കരിവ്, ജോയിന്റ് പെയിൻ, ഇതൊക്കെയാണ്. ഇനി ഇത് പടരുന്നത് രോഗം ബാധിച്ച വ്യക്തിയിൽ നിന്ന് വായുവിലൂടെയാണ് പടരുക. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കുറവുള്ള വ്യക്തിയിലേക്കും ഇത് പടരാൻ സാധ്യത കൂടുതലാണ്. ഇനി ഇതിന് ചികിത്സയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവുണ്ട്. ചികിത്സയുണ്ട്. MDT, അതായത് മൾട്ടി ഡ്രഗ് തെറാപ്പി. ഈ തെറാപ്പിയിലൂടെ പൂർണ്ണമായി ഈ രോഗത്തെ നമുക്ക് തുടച്ചു നീക്കാനായിട്ട് സാധിക്കുന്നതാണ്. രോഗം വന്നവരെ അകറ്റി നിർത്തിയല്ല, ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. താങ്ക് യു. അപ്പോ നിങ്ങളെന്ന് മനസ്സിലായില്ലേ? പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല. അശ്വമേധം നാടകത്തിലെ ഈ ഗാനം കേൾക്കാത്തവരായി കേരളത്തിൽ ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ കുഷ്ഠരോഗം നമുക്കിപ്പോൾ പൂർണ്ണമായും ചികിത്സിക്കപ്പെടമാക്കാം. കേരളത്തിൽ ജനുവരി 30 മുതൽ ഫെബ്രുവരി 12 വരെ അശ്വമേധം 6.0 എന്ന കുഷ്ഠരോഗ നിവാരണ യജ്ഞം നടക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും പങ്കെടുക്കാം. വിജയിക്കും.